നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്നോട് ഇതൊക്കെ പറഞ്ഞതാരാണെന്ന് പറ ആദ്യം. ഞാൻ സംസാരിക്കാൻ അടുത്തേക്ക് ചെല്ലുമ്പോഴൊക്കെ നിങ്ങളേട്ടൻ ഒഴിഞ്ഞു മാറുക. തലേന്നൊടുക്കാൻ സാരി സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോ നീ ഒന്നും ഉടുക്കാതെ നിന്നാ മതിയെന്ന് പറഞ്ഞിട്ട് സാരി എടുത്ത് വലിച്ചെറിയ ചെയ്ത്. നിങ്ങളേട്ടന്റെ പെരുമാറ്റത്തില് എനിക്ക് നല്ല സംശയമുണ്ട്. സാധാരണ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ദർശനേച്ചി പോലും ഒരുമാതിരി ഒഴിഞ്ഞു മാറി നടക്കല്ലേ. നീ ഇപ്പോ ഇതൊക്കെ വെറുതെ കൽപ്പിച്ച് ചിന്തിക്കുന്നതാ. ദർശനയുടെ പ്രശ്നങ്ങള് നിനക്കറിയില്ലേ? അവളെ മരുവത്തൂരിന്ന് തന്നെ പോണോന്നും പറഞ്ഞ് ഇറക്കി വിട്ടതല്ലേ രൂപേഷ്? ഏട്ടത്തി പറഞ്ഞിട്ട് പോലും രൂപേഷ് അനുസരിച്ചോ? കല്യാണം കഴിഞ്ഞ് പോയാ മതിന്ന് രൂപേഷിന്റെ ഔദാര്യം. അന്നേ പെട്ടിയെടുത്തിറങ്ങാൻ തുടങ്ങിയതാ. ഈ മരുവത്തൂരിനെ ഇത്രയും കാലം തോള് കൊടുത്ത് നിർത്തിയവളാ ദർശന. ഇവിടുന്ന് ഇറങ്ങിയ അവൾ എങ്ങോട്ട് പോവും? അവളൊരു പെണ്ണല്ലേ. പോരെങ്കി മിണ്ടാ പ്രാണിയെ പോലെ അഞ്ജനയും കൂടെയുണ്ട്. എന്നിട്ടും ദർശന പിടിച്ചു നിൽക്കുന്നില്ലേ? അത് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പോഴും തറവാട്ടമ്പലത്തിലേക്കല്ല അവര് പോയെന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്ന് നീ പറഞ്ഞില്ല. അതമ്മേ, നിഖിലേട്ടന്റെ എന്നോടുള്ള പെരുമാറ്റം കണ്ട് വിഷമിച്ച് ഞാൻ നമ്മുടെ മുറ്റത്ത് ചാരിബെഞ്ചിൽ ഇരുന്നപ്പോഴാ ഒരാള് ഒരുമാതിരി തീവ്രവാദികളെ പോലെ തോന്നുന്ന ഒരാള് ഞാൻ ആ ബെഞ്ചിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ. പെട്ടെന്ന് അയാളെ കണ്ടപ്പോ ഞാൻ ശരിക്കും പേടിച്ചു. മോള് പേടിക്കണ്ട. എന്നേക്കാൾ പേടിക്കേണ്ട പലരും നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുണ്ട്. നീയൊക്കെ കരുതുന്നത് പോലെ സുമംഗല ഒരു നല്ല സ്ത്രീയല്ല. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ഒരു പിശാചാണവർ. നിന്റെ കല്യാണം സുമംഗല തന്നെ മുടക്കും. നിന്റെ കഴുത്തിലണിയിക്കേണ്ട താലി കൊടുത്തയച്ചിട്ടുണ്ടല്ലോ. അത് പൂജിച്ചു വാങ്ങാനൊന്നുമല്ല. ആ താലി തിരിച്ചു വരുമ്പോ നിന്റെ കഴുത്തിൽ കുലക്കയറായി മാറും. നീ ഒറ്റയ്ക്കിരുന്ന് കല്യാണത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളൊന്നും കാണണ്ട. ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ കല്യാണം മുടങ്ങും, മുടക്കും, മുടങ്ങണം. ഈ മരുവത്തൂരിൽ ഇനി ഒരു മംഗളകർമ്മവും നടക്കില്ല. ഈ മരുവത്തൂരിനെ ചുട്ടുകരിക്കാൻ കരുക്കൾ ഒരുങ്ങിക്കഴിഞ്ഞു. കല്യാണമല്ല, മരണമാണ്. മരണം ഉരുതിയാ നടക്കാൻ പോകുന്നത്. അതിലാദ്യത്തെ ബലിയാടാ കുഞ്ഞെ നീ. ഇത്രയുള്ളോ? അയാള് പറഞ്ഞത് കേട്ട് വിഷമിക്കാൻ നീ അത്രയ്ക്ക് മണ്ടിയായി പോയോ? എന്തായാലും പറഞ്ഞത്? ഈ താലി നിന്റെ കൊലക്കയറായി മാറുമെന്നോ? ഏട്ടത്തി കൊണ്ടുപോയ താലി കൊലക്കയറാവാതെ നോക്കണോന്ന് നിന്നോട് ആദ്യമേ പറഞ്ഞൊരാളുണ്ട് ഈ വീട്ടില്. നീ അത് മറന്നോ? ഗിരിജ. ഗിരിജ പറഞ്ഞു വിട്ട ഏതോ ഒരുത്തൻ വന്ന് ഭീഷണിപ്പെടുത്തിയതാ അത്. ഗിരിജയെ ഞാൻ മനസ്സിലാക്കിയതുപോലെ പവിത്രനോ അവന്റെ മോളോ മനസ്സിലാക്കിയിട്ടില്ല. കൊടും വിഷമാ. നിങ്ങളുടെ കല്യാണം നടക്കണമെന്നും പറഞ്ഞ് കൂടെ നിൽക്കും. എന്നിട്ട് മുടക്കാൻ വേണ്ടി കരുക്കള് നീക്കും. ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം കല്യാണം നടക്കുമെന്ന് ഉറപ്പ് പറഞ്ഞത് സുമംഗലയാ. മരുവത്തൂരിലെ സുമംഗല. ഉറപ്പായിട്ടും ഈ കല്യാണം നടന്നിരിക്കും. ശ്രേയ,
എന്താ ഇത്? എഴുന്നേറ്റ്. എന്ത് മണ്ടത്തരവാ നീ കാണിച്ചത്? നിനക്ക് എന്നോട് പറയാമായിരുന്നില്ല. ശരിയാണ്, നിനക്ക് നിന്റെ അമ്മയോടും അച്ഛനോടും പറയാൻ പറ്റില്ല. പക്ഷെ അമ്മയുടെ സ്ഥാനത്ത് നിനക്ക് സുമംഗലമ്മയില്ലേ, ഗീതമാമ്മയില്ലേ? എന്തിനു ജീവിതം പോലും മറന്നു. ശ്രേയ, നിന്നെ സ്നേഹിച്ചവനല്ലേ നിഖില്? അവനോടെങ്കിലും പറയാമായിരുന്നു. നീ ഗർഭിണിയാണെന്നല്ലേ? അത് ഞാൻ അറിഞ്ഞു ശ്രേയ. നിന്റെ മുറിയിന്ന് നീ ടെസ്റ്റ് നടത്തി പോസിറ്റീവായ സ്ട്രിപ്പ് ദൈവമായിട്ട് എന്റെ കയ്യിലെത്തിച്ചു. അത് കൈ കിട്ടിയ നിമിഷം മുതൽ ഞാൻ നിന്റെ പുറകെ ഉണ്ട്. എനിക്കറിയാം, പക്വതയോടെ കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയാത്ത പ്രായമല്ലേ ശ്രേയ. നിന്റെ മുന്നിൽ 2 ഓപ്ഷനുകളെ തെളിയുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. ഒന്നെങ്കിൽ അബോർഷൻ, അല്ലെങ്കിൽ പിന്നെ നീ തെരഞ്ഞെടുക്കുന്നത് നിന്നെ തന്നെ സ്വയം അവസാനിപ്പിക്കാനായിരിക്കും. പക്ഷേ എല്ലാത്തിലും ദൈവത്തിനൊരു പങ്കുണ്ട് ശ്രേയ. നിങ്ങൾ കണ്ടെത്തിയ ഹോസ്പിറ്റൽ, അവിടേക്ക് എന്നെ എത്തിച്ചതും ദൈവമാണ്. ഞാൻ ഡോക്ടറെ കണ്ട് തിരിച്ചു വന്നപ്പോ നിന്നെയും മീനുവിനെയും കാണാനില്ല. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ശേഷം നിങ്ങൾ രണ്ടുപേരും കയറിയ ആ തട്ടുകടയിൽ എന്നെ എത്തിച്ചതും അതേ ദൈവത്തിന്റെ ഇടപെടലാ. അവിടെ വെച്ചാ ഞാൻ അറിഞ്ഞത് നീ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തെപ്പറ്റി അറിഞ്ഞുവെന്നും നീ ഇങ്ങോട്ടേക്കാ വന്നെന്നും മനസ്സിലാക്കിയത്. മീനുവിനെ നീ ഒഴിവാക്കിയെന്നറിഞ്ഞപ്പോ ഞാൻ ഊഹിച്ചു നീ തെരഞ്ഞെടുത്തത് അപകടത്തിന്റെ വഴിയാണെന്ന്. ആശുപത്രിയിൽ വെച്ച് നിങ്ങളെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. എനിക്ക് നീ എന്റെ അനിയത്തിയല്ലേ. നിനക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്നോട് പറയാം. ഞാൻ എന്നും നിന്റെ ചേച്ചി തന്നെയാ. എന്നോട് ക്ഷമിക്കണം ശ്രേയ. ഞാൻ പാപിയാ, ശപിക്കപ്പെട്ടവളാ. ആര് പറഞ്ഞു? നീ അനുഗ്രഹിക്കപ്പെട്ടവളാ. അമ്പലത്തിൽ വെച്ച് നിഖില് നിന്റെ കഴുത്തില് താലി ചാർത്തിയില്ലേ? അതിനുശേഷമല്ലേ നീ ഗർഭിണിയായത്? ഇന്നും ഈ നിമിഷം വരെയും നിഖില് നിന്നെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. എത്രയോ ലക്ഷങ്ങൾ ഒരു കുഞ്ഞിക്കാല് കാണാതെ കരയുന്നു. നീയപ്പോ ശപിക്കപ്പെട്ടവളല്ല, അനുഗ്രഹിക്കപ്പെട്ടവളാ. ശ്രേയ, ഞാനുണ്ട് നിന്റെ കൂടെ. നിന്റെ ഈ ചേച്ചിയുണ്ട്. നടന്നില്ല അല്ലേ? എനിക്കറിയായിരുന്നു ആശാനെ കൊണ്ട് ഇതൊന്നും പറ്റില്ലെന്ന്. സുമംഗലയുമായിട്ടല്ല, നീയുമായിട്ടാണ് ഞാൻ ഇനി ഏറ്റുമുട്ടാൻ പോകുന്നത്.